ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ചെറുപഴം കൊണ്ടുള്ള നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ചൂടുകാലങ്ങളിൽ കുടിക്കാൻ പറ്റിയ നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്കാണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് ഇത് ജ്യൂസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അതിനായി ഞാനിവിടെ 3 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള ഒരു മീഡിയം സൈസുള്ള ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ചെറുപഴം ഏതായാലും കുഴപ്പമില്ല. ഞാനിവിടെ പാളയം തുണൻ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം. ആദ്യം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 15 കാഷ്നട്ട് വെള്ളത്തിൽ അരമണിക്കൂർ ഒന്ന് കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 ലിറ്റർ പാലിലാണ് ഞാനിവിടെ ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നത്. ആദ്യം നമുക്ക് 1/4 കപ്പ് പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് ഒട്ടും തരികളില്ലാതെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് തണുത്ത പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അടച്ചു വെച്ച് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് 2 ചെറുപഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ബദാം മിക്സ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറും കളറും കിട്ടാനായിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 3 ഡ്രോപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കളറും കിട്ടും. എന്നിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കസ്കസ് 5 മിനിറ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചിട്ടുള്ളതായിരുന്നു. അത് ഓരോ സ്പൂൺ വീതം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ബദാമും പിസ്തയും ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിയും ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാനും മറക്കല്ലേ.